വളരെ പ്രതീക്ഷയുള്ള വിധിയാണ്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് എന്തായാലും നമ്മുടെ നീതിപീഠം അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളത് നമുക്ക് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവർക്ക് വലിയ ആശ്വാസവും സന്തോഷവും പകരുന്ന ഒരു കാര്യമാണ്. ഇത് തന്നെയായിരുന്നു അവിടെ മുനമ്പത്ത് സമരം ചെയ്തുകൊണ്ടിരുന്ന ആ സമരസമിതിയും അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും പറഞ്ഞിരുന്നത്. അത് കോടതി അംഗീകരിച്ചു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതേപോലെ തന്നെയാണ് ഇത് ഇവിടെ തീരുകയല്ല. നമുക്കറിയാം എത്രത്തോളം ഭൂമികളൊക്കെയാണ് ഉള്ളത്, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വഖഫിന്റെ അധീനതയിലുള്ളത്. അതുമൊക്കെ തന്നെ ഒരുപാടടുത്ത് തർക്കവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പം ഇത് ഇനിയും കുറച്ചും കൂടെ വിപുലീകരിക്കേണ്ടത് വളരെ ആവശ്യം തന്നെയല്ലേ? അല്ല, തീർച്ചയായും. കാര്യം അതിലെ അങ്ങനെയുള്ളതിലേക്ക് കാര്യങ്ങൾ പോകും. കാര്യം ആയിരക്കണക്കിന് കേസുകൾ ഇപ്പം ഇന്ത്യ മുഴുവനും നടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള കേസുകൾക്കെല്ലാം വലിയൊരു റെഫറൻസായി ഈ വിധി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെ, അങ്ങ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു റെഫറൻസായി മാറേണ്ടതൊക്കെ തന്നെയാണ്. കൃത്യമായിട്ടും നമുക്കറിയാം മുനമ്പത്തെ ജനങ്ങൾ അവരുടെ വീടും സ്ഥലവും ഒക്കെ തന്നെ എത്ര നാളുകൊണ്ട് അവരുടെ സമരങ്ങളും ഒക്കെയാണ് നമ്മളതെല്ലാം കണ്ടതാണ്. ഏതായാലും വലിയൊരു ആശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നാമത് കാര്യം ഇതിൻ്റെ അകത്തൂടെ തെളിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്രയും കാലം ഈ ഇടത് വലത് മുന്നണികൾ ഇവരെ എത്ര ഭീകരമായ രീതിയിലായിരുന്നു പറ്റിച്ചുകൊണ്ടിരുന്നത് എന്നതും കൂടി ഇവിടെ വളരെ വ്യക്തമാവുകയാണ്. ഇതിപ്പോൾ സർക്കാർ മറ്റൊരു രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ട്. അതായത് കോടതി ഇടപെടൽ സർക്കാർ നൽകിയ അപ്പീലിലാണ്. അപ്പോൾ അതൊരു ക്രെഡിറ്റ് പോലെയൊക്കെ എടുത്ത് ഇനിയും അതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ നടത്താനുള്ള സമയമുണ്ട്. ഇത് ക്രെഡിറ്റ് ആരെടുക്കുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമ്മുടെ കോടതി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിനനുസരിച്ച് അതിനൊരു വളരെ പ്രതീക്ഷ നിർഭരമായ ഒരു വിധി ഉണ്ടായിരിക്കുന്നു എന്നുള്ളിടത്താണ് അതിന്റെ എന്തായിരിക്കും. ക്രെഡിറ്റ് ഇവിടെ ആര് കൊണ്ടുപോകുന്നോ അല്ലെങ്കിൽ അത് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കാൻ കഴിയുന്നവരും കൂടുതൽ എങ്ങനെയൊക്കെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിയുന്നു അവർ അതിന്റെ ക്രെഡിറ്റ് എടുക്കും. അത് രാഷ്ട്രീയമാണ്. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷെ ഇവിടെ ഇതിന്റെ നമുക്ക് ആ കോടതി വിധിയുടെ ആ ഒരു മെറിറ്റ്, അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ ഏറ്റവും പ്രധാനം എന്നുള്ളത്. അത് 100% ന്യായയുക്തമായ രീതിയിൽ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നതാണ് ഇവിടുത്തെ നമുക്ക് സന്തോഷം പകരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.